ഹലോ, ഒന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഒരു മസാലപ്പൊരി തയ്യാറാക്കി നോക്കിയാലോ. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പൊരി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ക്രിസ്പി ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ കുക്കമ്പറും അതുപോലെ തന്നെ സബോളയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ നമ്മൾ മല്ലിയില ചേർത്ത് കൊടുക്കണം. അതുപോലെ കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടാൻ പാടില്ല. അപ്പോൾ നനവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൊരി നല്ലോണം ഒരു കുതിർന്ന ഫീലായിരിക്കും. പിന്നെ നമുക്കിതിലേക്ക് ഓൾറെഡി റോസ്റ്റ് ചെയ്തിട്ടുള്ള കപ്പലണ്ടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പച്ചക്കപ്പലണ്ടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നമ്മൾ കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് കച്ചപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിന് പുളിക്ക് ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാലപ്പൊരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.